എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം അല്ലേ? ഇന്ന് നമുക്ക് ദോശ തന്നെ കണ്ടില്ലേ, പല കളേഴ്സ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് കളർ എന്തോ അല്ല, ഇതെല്ലാം നാച്ചുറലായ കളറാണ്. അതായത് നമ്മൾ വെറുതെ ദോശ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലെയുള്ള കളർഫുള്ളും അവർക്ക് വേണ്ട നല്ല നല്ല വൈറ്റമിൻസൊക്കെ കിട്ടുന്ന രീതിയിൽ പച്ചക്കറിയും പഴങ്ങളും ഒക്കെ ചേർത്ത് ഇലകളൊക്കെ ചേർത്ത് നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ ഞാൻ 3 ചട്നിയാണ് കാണിക്കുന്നത്. ഒന്ന് മുരിങ്ങയില വെച്ചിട്ടാണ്, പിന്നെ ഒന്ന് ഞാൻ തിരുപ്പതി ചട്നി എന്ന് പറഞ്ഞ് നേരത്തെ ഒരു ഇത് ചെയ്തിട്ടുണ്ട്. അപ്പം ഇഡ്ഡലിയും ചട്നിയും കൂടി അതൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിലേക്ക് ചെയ്ത ചട്നിയാണ് ഇന്ന് കാണിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ തിരുപ്പതി ബോർഡർ, ആന്ധ്ര ബോർഡറിൻ്റെ ഇടയിലാണ് അന്ന് ഞങ്ങളവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് നാട്ടിൽ പോയപ്പോൾ ചെയ്തതാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇതുപോലെയുള്ള ദോശകളൊക്കെ ഉണ്ടല്ലോ, ഈ ദോശയിലൊക്കെ ഞാൻ മുരിങ്ങയില അല്ലെങ്കിൽ പാലക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ചീരകളൊക്കെ നമുക്ക് വഴറ്റി ചേർക്കണം. അല്ലെങ്കിൽ നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിലിട്ടൊന്ന് വാട്ടിയിട്ട് അരച്ച് ചേർക്കണം കേട്ടോ. ഡയറക്റ്റായിട്ട് ഇട്ട് ചെയ്യരുത്. കാരണം മുരിങ്ങയിലക്കൊക്കെ ചിലപ്പോൾ കുട്ടികൾക്ക് ഡൈജഷൻ പ്രശ്നമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഈ ചട്നിയാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ വെള്ളയിലാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ജീരകം ചേർത്തിട്ടുണ്ട്, കപ്പലണ്ടി ചേർക്കുന്നുണ്ട്, പിന്നെ പുതിന ചേർക്കുന്നുണ്ട്. എല്ലാം നമുക്ക് വേണ്ടത്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഉണ്ടല്ലോ, അത് ഉപയോഗിക്കണേ. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ വെളുത്തുള്ളി ഉപയോഗിക്കാറില്ല. എന്നാലും നമ്മൾ എപ്പോഴും കഴിക്കുന്നവരുടെ ഇഷ്ടമാണ് നോക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കുള്ള റെസിപ്പിയിലൊക്കെ ഇത് കാണിക്കുന്നത്. ഗ്യാസൊക്കെ ഫോം ആവാതിരിക്കാനാണ് നമ്മൾ ഇഞ്ചിയോ വെളുത്തുള്ളിയോ അല്ലെങ്കിൽ ജീരകമോ ഒക്കെ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടുകാർക്ക് ഏത് ഇഷ്ടമാകും, ഏത് പിടിക്കുക, അതനുസരിച്ച് നിങ്ങൾ ഐറ്റത്തിലൊക്കെ വ്യത്യാസം ചെയ്തോളൂ. പക്ഷേ ടേസ്റ്റിൽ വ്യത്യാസമൊന്നും വരില്ല. കാരണം കപ്പലണ്ടിക്ക് അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ട്. പിന്നെ പുളി ചേർത്തിരിക്കുന്നുണ്ടോ, അത് മുരിങ്ങയിലയിലൊക്കെ ഇച്ചിരി പുളി ചേർന്നാൽ ആ മുരിങ്ങയിലയുടെ ഒരു ഫ്ലേവർ മാറാനായിട്ടാണ്. പക്ഷേ ഇതിലൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. തമിഴ്നാട്ടിലെല്ലാവരും പുളി നന്നായി ഉപയോഗിക്കും. പക്ഷെ നമ്മുടെ ഇവിടെ ദോശയ്ക്ക് ഇഡ്ഡലിക്കും പുളിയുള്ളപ്പോൾ അധികം പുളി ചേർക്കാറില്ല. തക്കാളിയുടെ പുളി മതിയെന്ന് വിചാരിക്കും. അപ്പം അങ്ങനെയുള്ളവർ അതനുസരിച്ച് ചേർത്തോളൂ. ഇതാണ് ചട്നി കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ കഴിച്ചു നോക്കണം. പിന്നെ നമ്മൾ ചേഞ്ച് ചെയ്തുണ്ടാക്കണം എപ്പോഴും ഫുഡ്. കാരണം എന്നും ഒരു വെള്ള ചട്നി അത് തന്നെ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് എന്നും ദോശ ഇഡ്ഡലിയോ എന്ന് ചോദിക്കും. അങ്ങനെയല്ല, ഇതൊക്കെ വ്യത്യാസം. ഇഡ്ഡലി തന്നെ ആയാലും ഞാൻ പല രീതിയിൽ അതൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണണം. ഞാനിങ്ങനെ ഇടുന്നതൊന്നും വ്യൂവേഴ്സ് കുറവാണ്, ഞാൻ തുടക്കക്കാരി ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്കതൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്നുള്ള ഇത് പ്രസ് ചെയ്യണം. അപ്പോൾ എല്ലാ ഇതും നിങ്ങൾക്ക് കിട്ടും. ഞാൻ സദ്യ വിഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ മുരിങ്ങയില വെച്ചിട്ടൊക്കെ ധാരാളം ഐറ്റങ്ങൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ മുരിങ്ങയില തൊക്ക്, മുരിങ്ങയിലയുടെ ഒത്തിരി വിഭവങ്ങൾ, വേപ്പിലക്കട്ടി, അതെല്ലാം വരണം. അങ്ങനെയുള്ള വിഭവങ്ങൾ. പിന്നെ അപ്പളമൊക്കെ ഉണ്ടാക്കും. അപ്പടമില്ല ഉണ്ടാക്കുമ്പോൾ അതുപോലെ നാച്ചുറൽ കൊടുക്കണേ. ഞാൻ ആദ്യം വിചാരിച്ചു ഇതൊക്കെ കളർ ചേർത്ത് തന്നെ പപ്പടമാണ്, പച്ച കളറിൽ ചുവന്ന കളറിൽ. അപ്പം അങ്ങനെയൊന്നും വേണ്ട, നമുക്ക് നാച്ചുറലായിട്ട്. അപ്പം നമ്മുടെ കുട്ടികൾ പോലും അതറിയാതെ കഴിക്കും. ഇങ്ങനത്തെയുള്ള പൊടിക്കൈകളുമായിട്ടാണ് മല്ലിച്ചപ്പ് നിങ്ങളുടെ ഇടയിലേക്ക് ഇപ്പോൾ ഇറങ്ങിയേക്കണത്. അപ്പോൾ ഇതെല്ലാം കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫാമിലിയുടെ ഹെൽത്ത് നമ്മുടെ ഹെൽത്താണ്. അത്രയും മെഡിസിൻ കുറച്ച് കൊടുത്താൽ മതി, ഡോക്ടർ ഫീസ് കുറവ് കൊടുത്താൽ മതി. അതൊക്കെ നോക്കി ഓരോരുത്തരും ആരോഗ്യം കേട്ടോ. ഈ മുരിങ്ങയില ചൂടുള്ളപ്പോൾ കഴിക്കരുതെന്ന് പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ അതൊക്കെ നോക്കി ചെയ്യണം കേട്ടോ. പിന്നെ മുതിര ഞാൻ വിഭവങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു 40+ കഴിഞ്ഞവർ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ ശരീരം ഹീറ്റാവാതിരിക്കാൻ അതൊക്കെ നോക്കി ചെയ്യണം. ഞാനിത് 3 ഡീറ്റെയിൽ എനിക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ എഴുതി കാണിക്കാം. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം കേട്ടോ. അതൊക്കെ നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അല്ലെങ്കിൽ വീഡിയോ ലോങ് ആയിപ്പോവും. ഞാൻ ഒറ്റ ശ്വാസത്തിൽ ഇത് പറയണേ. അപ്പോൾ ഇതെല്ലാവരും കാണാം, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം.